ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വയലറ്റ് നിറത്തിലുള്ള വൈജയന്തി പയറിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഇത് പൊതുവെ കേട് കുറവാണ്, ഉണ്ടാവാനായിട്ടൊരു ബുദ്ധിമുട്ടുമില്ല. ഇത് എനിക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയതായിരുന്നു ഇതിൻ്റെ പാക്കറ്റ്, വിത്തിൻ്റെ പാക്കറ്റ്. അപ്പോൾ തെങ്ങിൻ്റെ കട വാങ്ങിയപ്പോൾ ആ മണ്ണുണ്ടല്ലോ, ആ ഇളകി കിടക്കുന്ന മണ്ണിലാണ് ഞാനിത് നട്ടത്. ഇത് നല്ല രീതിയിൽ പടർന്ന് കയറി തൊട്ടടുത്തുള്ള പറങ്കിമാവിലേക്കും അതുപോലെ തന്നെ ചെറിയൊരു പന്തലും ചെറിയ കമ്പുകളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടൊക്കെ പടർന്ന് കയറി നന്നായിട്ട് ഇതുമ്മ കായ നിറച്ചുണ്ടായി. ഞാൻ 3-4 തവണ ഞാൻ പൊട്ടിച്ച് ഉപ്പേരി വെച്ചിരുന്നു. ഇനിതാ വീണ്ടും അടുത്ത തവണ പൊട്ടിക്കാനുള്ളതായിട്ടുണ്ട്. അതിങ്ങനെ നല്ല നീളമുള്ള പയറാണ്. അപ്പം ഇത്തിരി മൂത്തിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ മണികൾ ഉരിഞ്ഞെടുത്തിട്ട് അതും ആ ഒരു ഉപ്പേരിയുടെ കൂടെയൊക്കെ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് ഈ ഒരു പയർ വിളവെടുക്കുകയാണ്. അത്യാവശ്യത്തിന് പയർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന പയറൊക്കെ പറിച്ച് നമ്മൾ കറി വയ്ക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷമാണ്, മനസ്സിന് സന്തോഷമാണ്, അത് ആരോഗ്യത്തിന് നല്ലതാണേനും. അപ്പോൾ അതാ ഈ നിൽക്കുന്ന വൈജയന്തി പയർ മുഴുവൻ ഞാനിന്ന് പറിച്ചെടുത്തു. ഇത് വെച്ച് ഈ പയർ കൊണ്ടാണ് ഇന്ന് രാത്രിക്ക് ഞാൻ ഉപ്പേരി ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഭംഗി മാത്രമല്ല, കഴിക്കാനും നല്ല ടേസ്റ്റുമാണ്. പൊതുവേ കേട് കുറവാണ്. അപ്പോൾ ഇത്രയും പയർ എനിക്ക് കിട്ടി. അപ്പോൾ നിങ്ങളിതുപോലെ ഇങ്ങനെ വിത്തുകളൊക്കെ കിട്ടുമ്പോൾ ഒന്ന് കുഴിച്ചിട്ട് നോക്കുക. എല്ലാവർക്കും ഇഷ്ടം പോലെ പയറുണ്ടാവും. നല്ല പോലെ പിടിക്കുന്ന പയറാണ് ഈ ഒരു നിറത്തിലുള്ള വൈജയന്തി പയർ. അപ്പോൾ ഇനി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇതിൻ്റെ വിത്തുകൾ സാധാരണ കൃഷിഭവനിൽ നിന്നൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അത് വെറുതെ ഒന്ന് കുഴിച്ചിട്ടാൽ മതി. വല്ലാണ്ട് വളമൊന്നും വേണ്ട, നന്നായിട്ട് നമുക്കുണ്ടാവും. ശരി, ഓക്കേ.